നമ്മളൊരു ഡേറ്റ് പറഞ്ഞതാണല്ലോ. എന്നിട്ട് പിന്നെ അതിനു മുമ്പ് കാണണമെന്ന് പറഞ്ഞെന്തിനാ? അല്ല, മഹി ഇപ്പോഴും ഹോസ്പിറ്റലില്ല. അയാളോട് ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ അയാൾക്കൊരു സംശയം. ഈ 15 തന്നാലും അധികം വൈകാതെ നിങ്ങൾ വീണ്ടും പൈസ ചോദിക്കത്തില്ലേ എന്ന്. അതേപ്പറ്റി നമ്മൾ നേരത്തെ സംസാരിച്ചതാ. എന്താ സംശയം? അർഹതയില്ലാതെയാണ് അവൾക്ക് സ്വത്തും പണവും കിട്ടിയത്. അതുകൊണ്ട് എനിക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ അതിലൊരു അംശം ഞാൻ ചോദിക്കും. ചിലപ്പോ എനിക്ക് കിട്ടുന്ന സാലറി ഉണ്ടല്ലോ, അതിനോടൊപ്പം 1-2 ലക്ഷം രൂപ മാസാമാസം തരാൻ ഞാൻ പറഞ്ഞിരിക്കും. അതൊരു നാണം കെട്ട ഏർപ്പാടാ. അങ്ങനെയെങ്കിൽ ഒറ്റ സെറ്റിൽമെന്റ്. ആ രീതിയിൽ ഈ കളി അവസാനിപ്പിച്ചൂടെ? എന്താ പറഞ്ഞത്? മനസ്സിലായില്ല. അതെന്താ മനസ്സിലാവാത്തത്? ഇങ്ങനെ ഇടയ്ക്കും മുറയ്ക്കും പണം ചോദിക്കാതെ ഒറ്റയടിക്കങ്ങ് തീർത്തൂടെ? ആ, പിന്നെ കണ്ണൻ്റെ അച്ഛൻ്റെ കാര്യം പറഞ്ഞ് ബാർഗെയിൻ ചെയ്യാനായിട്ട് നിൽക്കരുത്. തുക പറ. 25 lakhs, 25 ലക്ഷത്തിന് ഉറപ്പിക്കാം. ഈ 15-25 തമ്മിൽ എന്താ വ്യത്യാസം? ഒരു 10 കൂടെ കൂട്ടി തന്നിട്ട് എന്നെ ഒഴിപ്പിച്ചു വിടാമെന്നാണോ നീ അവളൊക്കെ കരുതുന്നത്? പിന്നെ എത്രയും നിങ്ങൾക്ക് വേണ്ടെന്ന് വെച്ചാൽ പറയേ. 1 കോടിയില് നമുക്കിതങ്ങ് ഉറപ്പിക്കാം. അതൊന്നും നടക്കുന്ന കാര്യമല്ല. എന്താ നടക്കാത്തത്? അവൾക്കിപ്പോ കോടികളുണ്ടല്ലോ. പിന്നെ അതിന്റെ ഒരു അംശം എനിക്കൂടെ തന്നൂടെ? അതാണ് 25 എന്ന് പറഞ്ഞത്. ഒരു കോടിയിൽ കുറഞ്ഞ ഒരു കളിക്കും ഞാനില്ല. അത്രയൊന്നും എന്തായാലും മഹി തരുമെന്ന് തോന്നുന്നില്ല. അവളൊരു അത്യാഗ്രഹിയാടാ. വെറുതെ കിട്ടിയ സമ്പത്താ. അതിൽ കുറച്ച് മറ്റുള്ളവർക്ക് കൊടുത്താൽ എന്താ കുഴപ്പം? എന്നാലും അവളുടെ 10 തലമുറയ്ക്ക് ജീവിക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ 50 ഉറപ്പിക്കാം. എന്നാ പിന്നെ 75. നടക്കില്ല. ഒറ്റ സെറ്റിൽമെന്റ് 50. അതിന് സമ്മതമല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ കണ്ണനോട് നിങ്ങൾ സത്യം പറഞ്ഞോട്ടെന്ന് മഹി അങ്ങ് കരുതും. ഇനി അങ്ങനെ കരുതിയില്ലെങ്കിൽ ഞങ്ങൾ മഹിയെ സമ്മർദ്ദം ചെലുത്തും. അല്ലെങ്കിൽ ഞാൻ പോയി കണ്ണനോട് സത്യങ്ങൾ അങ്ങ് പറയും. അതോടെ ഈ ബ്ലാക്ക് മെയിൽ അവസാനിക്കുമല്ലോ. നീ വെറുതെ എന്നെ പേടിപ്പിക്കൊന്നും വേണ്ട അനന്തു. വലിയൊരു സത്യം മഹാലക്ഷ്മി മൂടി വെച്ചു എന്ന് കണ്ണൻ അറിഞ്ഞാൽ എന്നെക്കാളും കണ്ണനെ അടുത്തറിയാവുന്നവനാ നീ. അത് പിന്നെ കോംപ്രമൈസ് ചെയ്യാൻ ഒരു ശക്തിക്കും കഴിയില്ല. അതറിയാവുന്നതുകൊണ്ടാണോ ഞങ്ങൾ ഇത്രയും വലിയൊരു തുക തരാന്ന് സമ്മതിക്കുന്നത്? 50 ലക്ഷത്തിന് ഉറപ്പിക്കാൻ പറ്റുമെങ്കിൽ ഉറപ്പിക്കും. എന്നാ പിന്നെ 60. എന്താ? എടാ, 50-ന്ന് 10 ഞാൻ കൂട്ടിയുള്ളൂ. പിന്നെ ഒരു ശല്യം ഉണ്ടാകത്തില്ലല്ലോ. ശല്യം ഉണ്ടാവത്തില്ല എന്ന് എന്താ ഉറപ്പ്? ഒരു വാക്ക് തന്നാൽ ഞാനതിൽ നിന്ന് മാറത്തില്ല. ആര് പറഞ്ഞു മാറില്ലെന്ന്? അന്ന് ഞാൻ നിങ്ങളോട് സത്യം പറഞ്ഞപ്പോ നിങ്ങളുടെ നാവ് പിഴയ്ക്കത്തില്ലെന്ന് നിങ്ങൾ പറഞ്ഞതോ? എന്നിട്ടിപ്പോ അതിന്റെ പേരിൽ ഞങ്ങളെയൊക്കെ നിങ്ങൾ മുൾമുനയിൽ നിർത്തുകയല്ലേ? പക്ഷേ ഇതുവരെ എന്റെ നാവ് പിഴച്ചില്ലല്ലോ. ഇനി ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അപ്പോ 60-ന് ഉറപ്പിച്ചു. ഇത് ലേലം വിളി പോലെ ആയി. അങ്ങനെ ആക്കിയത് നീയല്ലേ? ഞാൻ 15 ചോദിച്ചുള്ളൂ. അപ്പോഴല്ലേ ഒറ്റ എമൗണ്ടിൽ ഒതുക്കണമെന്ന് പറഞ്ഞത്. ശരി, നിങ്ങൾ പറഞ്ഞ പോലെ വ്യാഴാഴ്ച തന്നെ ആ എമൗണ്ട് നിങ്ങളുടെ അടുത്തെത്തിക്കും. പിന്നെ പക്ഷേ ഇതിന്റെ പേരിൽ ഒരു ശല്യവും നിങ്ങൾ ചെയ്യരുത്. അങ്ങനെ ചെയ്താ ബന്ധം പിരിഞ്ഞാലും ശരി, മഹി ചിലപ്പോ കടുത്ത നീക്കങ്ങൾ നടത്തിയെന്ന് വരും. 60 ലക്ഷം കൊണ്ടൊന്ന് ബാങ്കിലിട്ടാലേ അത്യാവശ്യം അതിന് കുറച്ച് പലിശ കിട്ടും. അത് മതി എനിക്കെന്റെ മോനെ ചികിത്സിക്കാൻ. പൈസയ്ക്ക് അത്യാവശ്യം ഉണ്ടോ അനന്തു? അതുകൊണ്ടാ. നിനക്കറിയാമല്ലോ, ഒരു കൊച്ച് കെട്ടുപ്രായം കഴിഞ്ഞ് നിൽക്കുക. അവളെ നല്ല നിലയിൽ കെട്ടിച്ചു വിടണ്ടായോ? അതിന് കാശ് വേണ്ടായോ? അപ്പോ വരുന്ന വ്യാഴാഴ്ച 60 ലക്ഷം. ഓക്കെ.